ഇറാനെ ഉന്നമിട്ട് അർമാഡ പുറപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അർമാഡ കാട്ടി വിരട്ടേണ്ടെന്നും ഏതു തരത്തിലുള്ള ആക്രമണമായാലും സർജിക്കൽ ആയാലും അല്ലെങ്കിലും ചെറുതായാലും വലുതായാലും അതിനെ നിങ്ങൾ എന്തു പേരിട്ട് വിളിച്ചാലും ഞങ്ങളതിനെ യുദ്ധമായി കാണുമെന്നും സമ്പൂർണ്ണ യുദ്ധമാകും ഫലമെന്നും ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലുകളുടെ നേതൃത്വത്തിലുള്ള വൻ പടയെന്നാണ് അർമാഡ എന്ന് വിളിക്കപ്പെടുന്നത്. യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, അനുബന്ധ വെസലുകൾ, വൻ ആയുധശേഖരങ്ങൾ, യുദ്ധവിമാനങ്ങൾ, സൈനികർ തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് അർമാഡ. ഇറാന്റെ സൈന്യം സർവ്വസജ്ജമാണെന്നും വിരലുകൾ കാഞ്ചി വലിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഇറാൻ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട്. യുഎസിൽ നിന്ന് ഏതു തരത്തിലുള്ള ആക്രമണമുണ്ടായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ ഇറാന്റെ ബദ്ധവൈരികളായ ഇസ്രായേലും കളത്തിലിറങ്ങിയേക്കാം. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആക്രമണമുണ്ടായപ്പോൾ ഖത്തറിലെ യുഎസ് സൈനിക താവളത്തിനു മുന്നിലിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു. മധ്യേഷ്യയിൽ യുഎസ് താവളങ്ങൾ തിരഞ്ഞുപിടിക്കാനുള്ള ആക്രമണമായിരിക്കും ഇത്തവണയും ഇറാൻ നടത്തുക എന്നാണ് സൂചന. ഇതിനുള്ള സൂചനയായി ഇറാൻ ഇൻദാർ പുറപ്പെടുവിച്ചതായാണ് വാർത്തകൾ. ശത്രുക്കൾ കീഴടങ്ങുക മാത്രമാണ് പോംവഴിയെന്നും അല്ലെങ്കിൽ സർവനാശം ഉടനെന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഇതോടെ ഏത് സാഹചര്യവും നേരിടാൻ ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ സൂചന നൽകി രാജ്യത്തെ പൗരന്മാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഇറാൻ സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ആസ്ഥാനമാക്കി ഒരു വലിയ ആക്രമണമാണ് ട്രംപ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇൻദാർ പുറപ്പെടുവിച്ചു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നത്. തങ്ങളുടെ സന്നാഹം കണ്ട് ഇറാൻ പേടിച്ച് വിരളുമെന്ന് വിശ്വസിച്ച അമേരിക്കൻ പ്രസിഡന്റിന് പക്ഷേ തെറ്റിപ്പോയിരിക്കുകയാണ്. ഇറാനെതിരെ ഏതൊരു ആക്രമണമുണ്ടായാലും USS എബ്രഹാം ലിങ്കണോ അതല്ല അവരുടെ മറ്റേത് കപ്പലോ ആയിക്കോട്ടെ സകല അമേരിക്കൻ താവളങ്ങളും ചാരമാക്കാനാണ് ഇറാന്റെ പദ്ധതി. ഇതിനായി അവർ സകല സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞതായാണ് ഇറാനിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിലെ ട്രംപിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യമിടാനും ഇറാൻ മടിക്കില്ലെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അയത്തുള്ള അലി ഖമേനിക്ക് വല്ലതും സംഭവിച്ചാൽ ഇതും സംഭവിക്കും, അതിലപ്പുറവും സംഭവിക്കാമെന്ന് ഇറാൻ സേനയും പ്രോക്സി ഗ്രൂപ്പുകളും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ ആദ്യം ഇറാന്റെ ലക്ഷ്യം അവരുടെ വൻ സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരിക്കും. ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന യുദ്ധക്കപ്പലുകൾ ഇറാൻ മുക്കിയാൽ അതിനകത്തുള്ള ആയിരക്കണക്കിന് സൈനികരും കൊല്ലപ്പെടും. യുദ്ധവിമാനങ്ങളും കടലിൽ താഴും. ഖത്തറിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ താവളങ്ങളും ചാരമാകും. വൻ ശേഷിയുള്ള ആധുനിക ഡ്രോണുകൾ മുതൽ വമ്പൻ ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഇറാൻ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ അമേരിക്ക കെട്ടിപ്പൊക്കിയ സകല ഇമേജും ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാവുക. ഈ ഒരവസരത്തിനായാണ് ഇറാനും നിലവിൽ കാത്തിരിക്കുന്നത്. ലോകം ആഗ്രഹിക്കുന്നതും അമേരിക്കയുടെ വീഴ്ച തന്നെയാണ്. റഷ്യയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സമ്മർദ്ദഫലമായി പിന്നോട്ടു പോയിരുന്ന ട്രംപ് പെട്ടെന്നാണ് നിലപാട് മാറ്റി വിമാനവാഹിനി കപ്പലിനെ ഇറാൻ ലക്ഷ്യമിട്ട് അയച്ചത്. ഈ യുദ്ധക്കപ്പൽ നേരത്തെ ദക്ഷിണ ചൈന കടലിലാണ് അമേരിക്ക വിന്യസിച്ചിരുന്നത്. എന്നാൽ സാഹചര്യം കണക്കിലെടുത്ത് പെന്റഗൺ തങ്ങളുടെ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിനെ ഇറാനോട് അടുത്ത് വിന്യസിക്കാൻ തീരുമാനിച്ചത് ട്രംപിന്റെ സമ്മർദ്ദഫലമായാണ്. ഒരു ഇടത്തരം സൈന്യത്തിന് തുല്യമായ ഫയർ പവർ ഈ ഗ്രൂപ്പിന് മാത്രമാണെന്നാണ് സൈനിക വിദഗ്ധർ പറയപ്പെടുന്നത്. നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായപ്രകാരം ഇതൊരു കപ്പൽ മാത്രമല്ല, ഒരു മൊബൈൽ എയർബേസും കമാൻഡ് സെന്ററും കൂടിയാണ്. കാരിയർ കൂടാതെ ഈ ഗ്രൂപ്പിൽ 3 മുതൽ 4 വരെ അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, 1 മുതൽ 2 വരെ ആണവ ആക്രമണ അന്തർവാഹിനികൾ, വിതരണ ഇന്ധന പിന്തുണ കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഈ ഗ്രൂപ്പിന് മാസങ്ങളോളം കടലിൽ താമസിച്ച് പോരാടാനാകും. ഏകദേശം 1 ലക്ഷം ടൺ ഭാരമുള്ള ഈ കപ്പൽ ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്നതാണ്. അതായത് ഇതിന് കുറഞ്ഞ തോതിലുള്ള ഇന്ധനം നിറയ്ക്കാൻ മാത്രമേ ആവശ്യമായി വരൂ. ഈ വിമാനവാഹിനി കപ്പലിൽ മാത്രം ഏകദേശം 5000 മുതൽ 6000 വരെ സൈനികരെയും വ്യോമസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ മുഴുവൻ ആക്രമണ ഗ്രൂപ്പിലും കൂടി ഏകദേശം 10000-ഓളം സൈനികർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ സൂപ്പർ കാരിയർ വിന്യസിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തിയായാണ്. ഇതിൽ ഏകദേശം 65 മുതൽ 70 വരെ യുദ്ധവിമാനങ്ങളും പിന്തുണാ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ FA-18EF സൂപ്പർ ഹോർനെറ്റ്, അത്യാധുനിക സ്റ്റെൽത്ത് ഫൈറ്റർ F-35C, ലൈറ്റ്നിംഗ് II, EA-18G ഗ്രൗളർ, E-2D ഹോക്കി ഐ, MH-60 സീഹോക്ക് ഹെലികോപ്റ്റർ എന്നിവ ഉൾപ്പെടുന്നു. ഈ വിമാനങ്ങൾക്ക് രാവും പകലും പറക്കാനാവും, ആക്രമണം നടത്താനാകുമെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ പൊടുന്നനെയുണ്ടായ ആക്രമണം ഇതിനൊന്നും താങ്ങാൻ സാധിക്കുന്നില്ല. ഇറാൻ ഒരു ആക്രമണം അയച്ചുവിട്ടാൽ ഇവയെല്ലാം കടലിൽ മുങ്ങുമെന്നും ഉറപ്പാണ്. അത് പിന്നെ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി മാറുകയും ചെയ്യും. ഡിസ്ട്രോയറുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും തൊടുക്കാൻ കഴിയുന്ന 100 കണക്കിന് ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കണക്കനുസരിച്ച് മുഴുവൻ ഗ്രൂപ്പിനും ഒരേ സമയം 500 മുതൽ 1000 വരെ ടോമോഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയും. ഇതിന് പുറമെ വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും മിസൈലുകൾ, സ്മാർട്ട് ബോംബുകൾ, നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ
എന്നിവ അതിനെ അഭേദ്യമാക്കും വിധം തുളച്ചു കയറാൻ കഴിയുമെന്നും അവകാശപ്പെടുന്നുണ്ട്. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ ഈ ഗ്രൂപ്പിന് ഇറാന്റെ വ്യോമതാവളങ്ങൾ, മിസൈൽ താവളങ്ങൾ, നാവിക താവളങ്ങൾ, തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് അമേരിക്കൻ സൈനിക നേതൃത്വം അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ മനക്കോട്ടകളെല്ലാം പൊളിച്ച് ഇറാൻ സേന താണ്ഡവനൃത്തമാടുന്ന കാഴ്ചയാണ് ലോകം കാണാൻ പോകുന്നത്. അതിന് അവരെ പ്രേരിപ്പിക്കുന്നത് ഇറാന്റെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻ ശേഖരം തന്നെയാണ്. മാത്രമല്ല, റഷ്യയ്ക്ക് വരെ വിതരണം ചെയ്യുന്ന രൂപത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോണുകളുടെ ശേഖരമുള്ളതും ഇറാനാണ്. ഇറാന്റെ മിസൈലുകളെ തടയാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിനും അമേരിക്കയുടെ താഴിലും കഴിയാത്തതിനാലാണ് ഇസ്രായേലിനുള്ളിൽ ഇറാന്റെ മിസൈൽ 6 മാസം മുമ്പ് പതിച്ചത്. അതുപോലെ മുന്നറിയിപ്പ് എന്ന നിലയിൽ അതേ കാലയളവിൽ ഖത്തറിലെ അമേരിക്കൻ താവളത്തിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട പ്രതീകാത്മക മിസൈൽ പോലും തടുക്കാൻ അമേരിക്കയ്ക്കോ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അമേരിക്ക വല്ലാതങ്ങ് ഇറങ്ങിത്തിരിച്ചാൽ അവരുടെ യുദ്ധക്കപ്പൽ അടക്കം കത്തി ചാമ്പലാകാനാണ് സാധ്യത. ഇറാന്റെ പ്രോക്സി മിലിഷ്യകൾ ഇപ്പോഴും ലോകത്ത് പല ഭാഗത്തും ശക്തമാണ്. അവർ കരയിൽ മാത്രമല്ല കടലിലും സജീവമാണ്. ഗറില്ല മോഡൽ ആക്രമണം അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യവും ഭയപ്പെടുന്നുണ്ട്. പിന്നെ സ്വന്തം രാജ്യത്തിനും വിശ്വാസത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നത് പോലും പുണ്യമായി കാണുന്ന ഇറാൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യം ശമ്പളത്തിനു വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്ന അമേരിക്കൻ സൈനികരെക്കാർ എത്രയോ 10 മടങ്ങ് മുമ്പിലാണ്. അതുകൊണ്ട് ട്രംപ് വാശി പിടിക്കുമ്പോഴും ഇറാനുമായി യുദ്ധം ചെയ്യരുത് എന്ന് അമേരിക്കൻ സൈനിക ജനറൽമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. സംഘർഷം നീണ്ടു നിൽക്കുന്നത് അമേരിക്കയ്ക്കും മേഖലയ്ക്കും വലിയ അപകടമുണ്ടാക്കുമെന്നാണ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ അമേരിക്ക പുതിയ നീക്കം നടത്തുന്നതിനു മുമ്പ് പഴയ ചരിത്രങ്ങളെക്കുറിച്ചും ചർച്ചകൾ ഉടലെടുക്കുന്നുണ്ട്. 1987 ഒക്ടോബർ 19 പേർഷ്യൻ ഗൾഫിലെ ശാന്തമായ തിരമാലകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ ഉടലെടുത്തു കഴിഞ്ഞു. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് മുദ്രകുത്തി ഇറാനെതിരെ അമേരിക്ക നടത്തിയ മിന്നലാക്രമണം യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഏകപക്ഷീയ നടപടിയായിരുന്നുവെന്നാണ് കാലം തെളിയിച്ചത്. കുവൈറ്റ് സമുദ്രാതിർത്തിയിൽ നങ്കൂരമിട്ടിരിക്കുന്ന MV CIL സിറ്റി എന്ന എണ്ണ ടാങ്കറിൽ ഒരു ഇറാനിയൻ സിൽക്വാം മിസൈൽ വന്ന് പതിക്കുകയുണ്ടായി. അമേരിക്കയുടെ പതാക ഘടിപ്പിച്ചിരുന്ന ഈ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കൻ ക്യാപ്റ്റൻ ജോൺ ഹണ്ടിന് കാഴ്ച നഷ്ടപ്പെടുകയും 18 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ അഭിമാനത്തിനേറ്റ ഈ മുറിവ് വലിയൊരു യുദ്ധത്തിനുള്ള കാരണമായി അന്ന് പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ മാറ്റിയെടുക്കുകയായിരുന്നു. എന്നാൽ കുവൈറ്റ് മണ്ണിൽ നടന്ന ഈ സംഭവത്തിന് പ്രതികാരമായി ഇറാന്റെ മണ്ണിലെ എണ്ണ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുണ്ടായിരുന്നത് എന്ന ചോദ്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മിസൈൽ ആക്രമണം നടന്ന് വെറും 3 ദിവസത്തിനുള്ളിൽ ഒക്ടോബർ 19 അമേരിക്ക പ്രതികാര ദൗത്യം ആരംഭിച്ചു. ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് തന്നെ 4 ഭീമാകാരമായ അമേരിക്കൻ നേവി ഡിസ്ട്രോയറുകൾ USS ഹോയൽ, USS ലെഫ്റ്റിജ്, USS കിഡ്, USS ജോൺ യങ് ഇറാന്റെ റഷാദത്ത് എണ്ണപ്പാടത്തിന് സമീപം നിലയുറപ്പിക്കുകയുണ്ടായി. ഇറാൻ ഈ പ്ലാറ്റ്ഫോമുകൾ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നായിരുന്നു അമേരിക്കയുടെ വാദം. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന കനത്ത ഷെല്ലാക്രമണത്തിൽ ആ കൂറ്റൻ സ്റ്റീൽ നിർമ്മിതികൾ കത്തിയമരുകയായിരുന്നു. ഷെല്ലാക്രമണത്തിന് ശേഷം ആധുനിക ആയുധങ്ങളുമായി അമേരിക്കൻ നേവി സീലുകൾ ആ റിഗുകൾ അതിക്രമിച്ചു കയറി ഇറാന്റെ രഹസ്യ വിവരങ്ങളും റേഡിയോ ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയും വരെ ചെയ്തിട്ടുണ്ട്.